തൈലാദിവാസം, അതായത് കൊടിമരത്തിന് തൈലാദിവാസം ഇടുക എന്ന് പറയും. ദേവന്റെ കൊടിമരത്തിന് തൈലാദിവാസം. ഇത് എത്ര നാൾ ഇതിനകത്ത് 3 വർഷമായി കിടക്കണ്ട, ഇല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും കിടക്കണം. അതായത് കൊടിമരത്തിന് തൈലാദിവാസം ചെയ്യാന്ന് പറയും. അത് നമുക്ക് ഞവരക്കിഴി ഇടുമ്പോഴത്തേന് ഇത്ര ദിവസത്തേനെ ഞവരക്കിഴി 7 ദിവസം ഞവരക്കിഴി ഇടുന്നത്. ഞവര അരി കിഴി കെട്ടി ഇട്ട് നമ്മുടെ അസ്ഥിക്കകത്തെയും മജ്ജക്കകത്തെയും രോഗഭാവാദിവ്യത്തെ ദുരിതം മാറുക ഒന്നത്. രണ്ടാമത് ഈ വൃക്ഷങ്ങള് പല സ്ഥലങ്ങളിൽ നിന്നാ, ആ സ്ഥലങ്ങളിൽ നിന്നപ്പം അതിനകത്ത് നമുക്ക് ആഹാരം കഴിയുമ്പോൾ കല്ലും വേരും മുടിയൊക്കെ നമ്മുടെ വയറ്റിൽ പോകൂലേ, ആ സംഭവം എന്ന് പറഞ്ഞ പോലുള്ള വിഷാംശങ്ങള് ഇതിനകത്തുനിന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഈ 32 കൂട്ടം മരുന്ന്. അതായത് വേര്, നാര്, നീര് ഇങ്ങനെ പറയാ. അപ്പൊ ആ വേരും നാരും നീരും ആണ് നമ്മളിപ്പോ ഇടുന്ന. വേരൈറ്റം അങ്ങാടി മരുന്നുകൾ ഇടുക, നീരൈറ്റം ഉള്ളതിനുള്ള ഇടുക. അത് 40 മരങ്ങൾ ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരിടുക. പിന്നെ ചഞ്ചല്യം, അർപ്പോസ, കുന്തിരിക്കം, അങ്ങനെ 32 കൂട്ടം മരുന്നുകൾ ചേർന്നിട്ട് കഴിയുമ്പോൾ ഈ തടിക്കകത്ത് കിടക്കുന്ന സകലമാന വിഷാംശങ്ങളും തടിക്കകത്തുനിന്ന് മാറി പതഞ്ഞ് നേരെ മേളി പൊങ്ങും ഈ എണ്ണക്കകത്ത്. അതായത് എണ്ണ ഐറ്റം പറയുന്നത് ഏതൊക്കെ എണ്ണകളാ? ഏതൊക്കെ എണ്ണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആവണക്കെണ്ണ, നല്ലെണ്ണ, വേപ്പെണ്ണ. ആവണക്കെണ്ണ ചൂടാണ്, നല്ലെണ്ണ തണുവാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യാനാണ് ആവണക്കെണ്ണ ഇടുന്നത്, വേപ്പെണ്ണ ഇടുന്നത്. വേപ്പെണ്ണ ചൂടാണ്, നല്ലെണ്ണ തണുവാ. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാനാണ്, രണ്ടും കൂടെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആവണക്കെണ്ണ ഇടുക. അപ്പൊ ഈ ആവണക്കെണ്ണ 3 എണ്ണയും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ മരുന്നും കൂടെ കൂടി കഴിയുമ്പം അവിടെ രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇതിന് തടിയുടെ ഉള്ളിൽ കിടക്കുന്ന വിഷാംശം മാറിക്കൊണ്ടിട്ട് തടി കടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് മാറി നിൽക്കും. പിന്നെ ഉളിയും കയറത്തില്ല, ഒന്നും കയറത്തില്ല. അതുകൊണ്ടാണ് 150 വർഷം, 200, 300, 400 വർഷങ്ങൾ നിൽക്കുന്നതിന്റെ കാര്യം. അത് ഓരോ ക്ഷേത്രത്തിന്റെയും പരിസ്ഥിതിയും ആ ക്ഷേത്രത്തിൽ ആ ഭക്തരുടെ മനോബലവും ഗുണവും പോലെ, പിന്നെ ആ ചെയ്യുന്ന സ്ഥപതി, ചെയ്യുന്ന തച്ചന്റെ കഴിവും എല്ലാം കൂടെ ആ നമ്മുടെ മനസ്സാണ് ഇതിന്റെ വേഗ